അങ്ങനെ കണ്ണൂർ സ്കോട്ടിന് ശേഷം പിന്നെ പ്രൊഡക്ഷൻ ഫുഡ് കഞ്ഞി, ചപ്പാത്തി, ചിക്കൻ ഫ്രൈ, മീൻ പൊരിച്ചത്, സാലഡ്, ചമ്മന്തി, അല്ലെങ്കിൽ പയറുവരത്തിയത്, കുറുമ, ചിക്കൻ കറി. നമ്മൾ ഇന്നുള്ളത് നമ്മൾ മലയാളികളുടെ സ്വന്തം ജിത്തു ജോസഫ് സംവിധാനം ചെയ്യുന്ന ഗ്രേസ് ആന്റണിയും ബേസിൽ ജോസഫും അജു വർഗീസും സൈജു കുറുപ്പും ബൈജു ചേട്ടനും മനോജ് ചേട്ടനും അസീസ് നെടുമങ്ങാട് എന്നിങ്ങനെ തുടങ്ങിയ ഒരു ഗംഭീര താരനിര എന്നുള്ള നുണക്കുഴി എന്ന് പറഞ്ഞ പടത്തിന്റെ ലൊക്കേഷനിലാണ്. വേണമെങ്കിൽ പോയിക്കോ, ബിരിയാണി ഉണ്ടാകും ആവശ്യമാണ്. ലൊക്കേഷനിൽ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പരിപാടിയാണ് ഈ ഫുഡ് അടി, പ്രത്യേകിച്ച് ഞായറാഴ്ച ദിവസത്തെ ബിരിയാണി. നമ്മൾ പിന്നെ ഡയറ്റിലൊന്നും അല്ലാത്തതുകൊണ്ട് ഇച്ചിരി കനത്തിൽ തന്നെ കുറച്ചധികം ബിരിയാണി കണ്ട് വാങ്ങിയിട്ട് അതിന് സൈഡായിട്ട് കുറച്ച് കച്ചമ്പറും അച്ചാറും പപ്പടവും വാങ്ങിയിട്ട് നമ്മൾ അവിടെ പണിയാണ് തുടങ്ങിയിട്ടാ. നുണക്കുഴി മൂവിനെ കുറിച്ച് പറയുന്നുണ്ടെങ്കിൽ ഇതൊരു പക്ക കോമഡി ഫാമിലി എന്റർടൈൻമെന്റ് മൂവിയാണ്. പടത്തിൽ സൂപ്പർ താരങ്ങളൊന്നും ഇല്ലെങ്കിലും കാസ്റ്റിട്ടുള്ള ആൾക്കാരെല്ലാം നമുക്ക് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്നവരായതുകൊണ്ടും ഡയറക്ടർ ജിത്തു ജോസഫ് ആയതുകൊണ്ട് ഈ പടം ഒരു കലക്കനാവാൻ ചാൻസ് ഉണ്ട്. നമ്മളെന്തായാലും ആ കച്ചമ്പറും അച്ചാറും പപ്പടവും എല്ലാം കൂടി കൂട്ടി കുഴച്ച ചിക്കന്റെ പീസ് കൊണ്ട് വെച്ചൊരു പിടിയെടുത്ത് കഴിച്ചു നോക്കി. സംഭവം എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നുണക്കുഴിയുടെ റിലീസ് പറഞ്ഞത് August 15 എല്ലാവരും പോയി കണ്ടിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം.